ഹായ് കൂട്ടുകാരെ, പത്രമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറേയൊക്കെ പ്രശ്നങ്ങൾക്ക് ശേഷം അനന്തപുരിയിലും നന്ദാവനത്തിലും ഒക്കെ ആയിട്ട് ഒരു സത്യങ്ങളൊക്കെ വെളിപ്പെടുന്ന ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ നന്ദു ആണെങ്കിൽ SI ആയിട്ട് ചാർജ് എടുത്തു. ഇനിയിപ്പം നന്ദുവിൻ്റെ കളികളാണ് കേട്ടോ അവിടെ തുടങ്ങുന്നത്. അതേസമയത്ത് തന്നെ നമ്മുടെ നവ്യ ആണെങ്കിലും സത്യങ്ങളെല്ലാം തിരിച്ചറിയുകയാണ്. നമ്മുടെ നയൻ ഈ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും നവ്യ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാകുന്നില്ല. അവസാനം നമ്മുടെ നന്ദു തെളിവ് സഹിതം ഈ കാര്യങ്ങളെല്ലാം കൂടെ നമ്മുടെ നവ്യയുടെ മുമ്പിൽ തുറന്നു പറയുകയാണ്. അതായത് അഭി ചേച്ചിയെ പറ്റിക്കുകയാണെന്നുള്ള വിവരം. അതറിയുമ്പോഴേക്കും ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നവ്യ മാറുകയാണ്. അങ്ങനെ നവ്യ കനകയുടെ അടുത്ത് ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അമ്മേ അഭി എന്നെ ചതിക്കുകയായിരുന്നു. ഞാൻ ഇത്രയും നാളും അവനെ വിശ്വസിച്ചത് തെറ്റായി പോയി അമ്മേ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നന്ദുവിനെ കാണാനായിട്ട് അനി ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദു അനിയെ കാണാൻ കൂട്ടാക്കാതെ അനിയെ ഒഴിവാക്കി വിടുകയാണ്. നന്ദു ആട്ടെ അവിടെ ഇരിക്കുന്ന ASIയോട് പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ സമയമില്ല, ഡ്യൂട്ടിക്ക് ശേഷം കാണാം എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുകയാണ്. അതേസമയം അനിക്കങ്ങ് ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ. ഇവളിത് മനഃപൂർവ്വം തന്നെ ചെയ്യുന്നതാ. നമ്മൾ തമ്മിൽ പരിചയമൊന്നും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ ഇവളിങ്ങനെ ചെയ്യുന്നത്. ഇവളിത് മനഃപൂർവ്വം എന്നെ ഒഴിവാക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. അവളിപ്പോൾ SI ആയപ്പോൾ അവളുടെ അഹങ്കാരം കണ്ടില്ലേ, ഇതിനെന്തായാലും ഒരു പണി കൊടുത്തിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അനിയും വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അനി എന്തായാലും നന്ദുവിനെ കണ്ടിട്ട് ഞാൻ ഇന്ന് ഇവിടുന്ന് പോകുള്ളൂ എന്നുള്ളൊരു വാശിയിലിരിക്കുകയാണ്. അങ്ങനെ ഒരു ട്രിക്കൊക്കെ കളിച്ച് നന്ദുവിനെ കണ്ട് സംസാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ അനാമികയാണെങ്കിലും ഭയങ്കര കലിപ്പിലാണ് കേട്ടോ. അനാമിക്ക് ഇതിലും വലിയൊരു അടി ഇനി കിട്ടാനില്ല. നന്ദുവിൻ്റെ കാര്യമാണ് കേട്ടോ. നന്ദു SI ആയിക്കഴിഞ്ഞാൽ നാട്ടിലെ സ്റ്റേഷനിൽ തന്നെ വന്ന് ജോയിൻ ചെയ്യുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. മുത്തശ്ശൻ്റെ ഒത്താശയോട് കൂടി തന്നെയാണ് നന്ദു ഇവിടെ SI ആയിട്ട് ജോയിൻ ചെയ്തത്, നാട്ടിലെ സ്റ്റേഷനിൽ തന്നെ ജോയിൻ ചെയ്തതെന്നും കൂടെ അറിയുമ്പോഴേക്കും അനാമിയയ്ക്കും മുത്തശ്ശനോടും ഒക്കെ ഭയങ്കര കലിപ്പാണ്. വേണുവും രേവതിയൊക്കെ കൂടെ അടിയൊക്കെ കിട്ടിയതിൻ്റെ പേരിൽ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ചെല്ലുന്നുണ്ടെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നന്ദുവാണ് അവിടുത്തെ SI എന്നറിയുമ്പോഴേക്കും പിന്നെ പരാതിയൊന്നും കൊടുക്കാതെ അവിടുന്ന് തിരിച്ച് ഇറങ്ങി വരികയാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം അനാമികയായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. വലിയ കാര്യത്തിന് പരാതി കൊടുക്കാൻ പോയതാണ് അവക്കെതിരെ. എന്നിട്ടോ പരാതി കൊടുത്തിരുന്നെങ്കിൽ വാദി പ്രതി ആയേനെ മോളെ. ഇനിയിപ്പോൾ നമ്മൾ പരാതിയായിട്ട് ചെന്നിട്ട് പരാതി പിൻവലിച്ചില്ലെങ്കിൽ പിന്നെ അവൾ ഇനി വേറെന്തെങ്കിലും കളി കളിക്കൂലേ. തന്നെയുമല്ല എൻ്റെ പേരിലാണെങ്കിൽ കുറേയധികം കേസുകളുണ്ട്. അതെല്ലാം ഇനി അവൾ കുത്തിപ്പൊക്കുകയല്ലേ, പഴയ കേസുകളൊക്കെ പൊക്കിയെടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രേവതിയും പറയുന്നുണ്ട്, ശരിയാ, കുറേ പഴയ കേസുകളുണ്ട്, അതെല്ലാം അവൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരും. അതൊക്കെ കൂടെ അവൾ തെളിയിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വലിയൊരു അടി കിട്ടിയ മട്ടിലാണ് അനാമതിയും രേവതിയും വേണുവും ഇരിക്കുന്നത്. അങ്ങനെ അനാമിക അനന്തപുരിയിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ. ആകെപ്പാടെ കലിച്ച് തുള്ളിയാണ് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത്. ചെന്ന പാടെ തന്നെ ജലജയാണ് കാണുന്നത്. ജലജയോട് പറയുന്നുണ്ട്, ഇവിടെ ചിലരൊക്കെ ആ നന്ദുവിനെ വീണ്ടും ഇങ്ങോട്ട് കയറ്റാനുള്ള ശ്രമങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനല്ലെങ്കിൽ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ ഒരു കാര്യത്തിന് കൂട്ടു നിൽക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും ജലജ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ജലജ അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല അനാമികയെ അച്ഛനും അമ്മയും എന്തിനാ കൂട്ടു നിന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ലേലും അച്ഛനും അമ്മയൊക്കെ കൂട്ടു നിൽക്കും. നയനെയും അവളുടെ വീട്ടുകാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. നന്ദുവിനെ ആണെങ്കിലും അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടവുമാണ്. അല്ല മോളെ അവളിപ്പോൾ എന്താ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അവളുണ്ടല്ലോ ആ നന്ദു ഇല്ലേ, അവളാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ സ്റ്റേഷനിലെ SI എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അതെ അതെ, അത് ഞങ്ങൾ അറിഞ്ഞായിരുന്നു മോളെ. അവൾ ഇവിടെ വന്നായിരുന്നു. ഇവിടെ വന്ന ഒരു ഷോ ഓഫൊക്കെ കാണിച്ചിട്ടാണ് അവൾ പോയത്. നിന്റെ ഭർത്താവായ അനിയെ കാണാനായിട്ടായിരിക്കും അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. പോലീസ് യൂണിഫോമിലാണ് വന്നത്. ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ചേച്ചിമാരെ കണ്ട് അനുഗ്രഹം വാങ്ങണം എന്നുള്ള പേരിലാണ് അവൾ ഇവിടെ വന്നത്. പക്ഷേ ചേച്ചിമാരെ കാണാനാ വന്നതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല മോളെ. അനിയെ കാണാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും അവൾ വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട് കേട്ടോ. പിന്നല്ലാതെ അവൾ അനിയെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. അവൾ ഓരോ കള്ളത്തരവും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നതേ അനിയെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്നിട്ട് അവൾ അനിയെ കണ്ടോ, രണ്ടും കൂടെ സംസാരിച്ചായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടനെ തന്നെ ജലജ പറയുന്നുണ്ട്, ഏയ് ഇല്ല, അവൻ ആ മുകളിലിരുന്ന് എക്സസൈസ് എങ്ങാണ്ട് ചെയ്യുകയായിരുന്നു. സാധാരണ ഇതിലെ തേരാപ്പാര നടക്കുന്നവനാ. ഇന്ന് എന്തായാലും മോളുടെ ഭാഗ്യത്തിന് അവൻ മോളിലായിരുന്നു. ആ നന്ദു എന്ന് പറയുന്നവളെ ഇവിടെ വന്ന് എല്ലാവരുടെയും കാലിൽ തൊട്ട് തൊട്ട് അനുഗ്രഹം മേടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ നേരത്ത് പോലും അവളിങ്ങനെ അനിയെ തപ്പുന്നുണ്ടായിരുന്നു, ചുറ്റും കണ്ണോടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അനിയെ കണ്ടില്ല. അവൾ ചേച്ചിമാരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് പോയി. ഇവിടുത്തെ സ്റ്റേഷനിൽ തന്നെയാണ് അവൾ ജോയിൻ ചെയ്യുന്നതെന്നും പറയുകയാണ് കേട്ടോ. അപ്പോൾ അനാമിക പറയുകയാണ്, പിന്നല്ലാതെ അവൾ ഇവിടുത്തെ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യാൻ കാരണം ആരാന്നറിയാമോ, ഇവിടുത്തെ മുത്തശ്ശനാണ്. മുത്തശ്ശൻ്റെ റെക്കമെൻഡേഷൻ കൊണ്ടാണ് അവൾക്ക് ഇവിടെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റിയത്. ഇവിടെ തന്നെ അവൾക്ക് പോസ്റ്റിംഗ് കിട്ടിയത്. ഇനിയിപ്പോൾ അവൾക്ക് സൗകര്യമായല്ലോ എല്ലാത്തിലും. എനിക്ക് എപ്പോഴും സ്റ്റേഷനിൽ പോയി അവളെ കാണാമല്ലോ.
എന്തായാലും നമ്മളെയൊക്കെ ഇവിടെ ഒരു വിലയും ഇല്ലല്ലോ. അവളുമാർക്കൊക്കെയല്ലേ ഈ വീട്ടിൽ വിലയുള്ളൂ. എന്ത് മായാജാലമാ അവരൊക്കെ കാണിച്ചു കൂട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലെന്നൊക്കെ അനാമിക പറയുവാണ് ട്ടോ. അപ്പൊ തന്നെ ജലജ പറയുന്നുണ്ട്, അച്ഛൻ ചെയ്തതാണെങ്കിൽ അച്ഛനും എന്തേലുമൊക്കെ മനസ്സിൽ കരുതി കൂട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പം അനിയുടെ ഭാര്യയായിട്ട് അവളെ ഇവിടെ കയറ്റണമെന്നെങ്ങാനും വിചാരിച്ചിട്ടുണ്ടാവുമോ അനാമിക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് ട്ടോ. അനാമിക ഉടനെ കലിപ്പോട് കൂടി തന്നെ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അവളും കൂടി ഈ സ്റ്റേഷനിൽ എസ് ഐ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇനി എന്തു പറയാനാ. ക്യാമ്പിൽ പോയി കിടന്നപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ഇനി എപ്പോഴും ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വരുമല്ലോ. തന്നെയല്ല ഇനി ഒരുത്തൻ അവിടെ പോയി അവളെ കാണുകയും ചെയ്യുമല്ലോ. ഇനി എന്തെല്ലാം കേസുകളാണോ എന്റെയൊക്കെ പേരിൽ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ തന്നെ ജലജ പറയുന്നുണ്ട്, നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ടേ അവൾ കള്ളക്കേസ് വരെ ഉണ്ടാക്കും. എന്തായാലും അവൾമാരുടെ സമയമൊക്കെ നല്ല സമയമായി എന്നൊക്കെ ഇങ്ങനെ ജലജയും പറയുന്നുണ്ട്. അതേസമയത്ത് തന്നെ നമ്മുടെ ആദർശം നയനയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദുവിന് ഇവിടുത്തെ സ്റ്റേഷനിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടി വന്നതുകൊണ്ട് നമ്മുടെ ജ്വല്ലറിയിലെ കേസുകളൊക്കെ അവൾ അന്വേഷിക്കുമായിരിക്കും അല്ലേ ആദർശേട്ടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നയന. അപ്പൊ ആദർശ് പറയുകയാണ്, പിന്നല്ലാതെ പഴയ എസ് ഐ ഒരു മുരടനായിരുന്നു. അയാൾ കാശ് വാങ്ങിയിട്ട് ആ കേസ് വൈകിപ്പിച്ചാന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ പിന്നെ അന്ന് ആ അന്വേഷണം നല്ല രീതിക്ക് നടക്കുകയില്ലായിരുന്നോ. എന്തായാലും ഇപ്പൊ സ്റ്റേഷനിലെ എസ് ഐ നന്ദുവല്ലേ, അതുകൊണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാവും എന്നൊക്കെ മുത്തശ്ശനും പറയുന്നു കേട്ടു. എന്തായാലും നന്ദു ആരുടെയും പക്ഷം പിടിക്കാതെ നല്ല രീതിക്ക് സത്യസന്ധമായിട്ട് തന്നെ അന്വേഷിക്കും. ആ ഒരു കാര്യത്തിൽ ഇനി ഒരു സംശയവും വേണ്ട എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അപ്പൊ നയന പറയുന്നുണ്ട്, ശരി ആദർശേട്ടാ, അവക്ക് ഇനി ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും. ഇപ്പൊ തന്നെ അവക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഇനി അത് കൂടിയേ വരുള്ളൂ. അതാണ് ഞങ്ങൾക്കും പേടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ നയനയുടെ ഫോണിലേക്ക് നന്ദു വിളിക്കുന്നുണ്ട് കേട്ടോ. നയന ഫോൺ എടുക്കുന്നുണ്ട്. നന്ദു പറയുകയാണ്, ചേച്ചി ഭക്ഷണമൊക്കെ കഴിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ കഴിച്ചു മോളെ. മോള് ഭക്ഷണമൊക്കെ കഴിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നന്ദു പറയുന്നുണ്ട്, ചേച്ചി ഞാൻ വിളിച്ചത് വേറൊന്നിനുമല്ല. ആ വേണുവും രേവതിയും കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ തന്നെ അവരെയാ ആദ്യം കണ്ടത്. ആദ്യത്തെ അറ്റംപ്റ്റ് അവരുടെ അടുത്ത് തന്നെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നയന ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ അവർ വന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല ചേച്ചി. എന്നാലും അവരൊരു പരാതി തരാനായിട്ടാണ് വന്നത്. കഴിഞ്ഞ ദിവസം രാത്രി അവർക്ക് ആരോ ഇരുട്ടടി കൊടുത്തു എന്ന്. ആ പരാതി പറയാൻ വേണ്ടി വന്നതാ എന്ന് പറയുന്നുണ്ട്. മൊത്തം 3 പ്രാവശ്യം തല്ലിയെന്നാ പറഞ്ഞത്. അതിന് പരാതി എഴുതി കൊടുക്കാനായിട്ട് എൻ്റെ മുമ്പിൽ തന്നെയാ വന്നേന്നൊക്കെ പറയുകയാണ് ട്ടോ. അപ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട്, ആഹാ അത് കൊള്ളാമല്ലോ മോളെ. എന്നിട്ട് അവർ പരാതി എഴുതി തന്നോ നിന്റെ കയ്യിൽ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നന്ദു പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, എവിടുന്ന് പരാതി എഴുതി തരാനാ. എന്നെ കണ്ടപ്പോൾ തന്നെ അവരുടെ കിളി പോയി. എന്നെ കണ്ടപാടെ തന്നെ അവർ വരണ്ടു പോയി. അവരൊട്ടും ഇത് പ്രതീക്ഷിച്ചതല്ലായിരുന്നു. ഞാൻ പിന്നെ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്കിപ്പോൾ പരാതിയില്ല. അവർ തന്ന പരാതി പിൻവലിക്കാന്നൊക്കെ പറഞ്ഞ് പരാതിയൊക്കെ പിൻവലിച്ചിട്ട് പോയി എന്നൊക്കെ പറയുകയാണ് ട്ടോ. ഈ ഒരു സംഭവത്തിൽ അന്വേഷണം ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ പോയിന്നും പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, മോളെ ഇനി ഇങ്ങനെയുള്ള പണികളൊന്നും നീ ചെയ്യാൻ പോകരുത്. പഴയതുപോലെ അല്ല ഇപ്പം മോള്. നീ ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലാണ് ഇരിക്കുന്നത്. അത് നിനക്ക് എപ്പോഴും ഓർമ്മ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദുവും പറയുന്നുണ്ട്, ശരിയാ ചേച്ചി എനിക്കറിയാം. ഇനിയിപ്പോൾ എനിക്കാർക്കും ഇരുട്ടടിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. തെറ്റ് ചെയ്തവരെ നേരിട്ട് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നന്ദു തന്നെ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് അനാമികയും അവളുടെ അച്ഛനും അമ്മയും തന്നെയാണ്. പല കേസുകളും ആ വേണുവിൻ്റെ പേരിൽ ഈ സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. ഞാൻ ചില ഫയലുകളൊക്കെ കണ്ടൊന്നും പറയുന്നുണ്ട്. അല്ല മോളെ, അനാമികയുടെ അച്ഛൻ്റെ മേലിൽ അത്രയും കേസുകളൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, അതെന്ത് ചോദ്യാ ചേച്ചി, എത്ര അധികം കേസുകൾ അയാളുടെ പേരിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഞാനിവിടെ പഴയ പോലീസുകാരടക്കം അന്വേഷിച്ചപ്പോഴേക്കും അയാൾ അത്ര പന്തിയല്ലെന്നാ പറയുന്നത് കേട്ടെ. പല സ്ഥലത്തും പല കേസുകളും ഉണ്ടെന്നും തട്ടിപ്പ് വീരനാണെന്നൊക്കെയാ അറിഞ്ഞത്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് അനാമിക അനന്തപുരിയിലെ മരുമകളായിട്ട് അങ്ങോട്ടേക്ക് കയറി വന്നത്. നല്ല കോടീശ്വരിയാണെന്നും അതുപോലെ അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചതാണെന്നും നല്ല സുഖസൗകര്യങ്ങളുള്ള വലിയ വീട്ടിലാ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ടിപ്പോൾ എന്തായി? പറയാൻ ഒരു നല്ല അഡ്രസ്സ് പോലും ഇല്ല അവർക്കൊന്നും. ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ പണവും മേടിച്ച് അവരെ പറ്റിച്ച് തിരിച്ചു കൊടുക്കാതെ എത്ര എത്ര കേസുകളുണ്ടെന്നറിയാമോ ആ വേണുവിൻ്റെ പേരിൽ. അതുപോലെ കൊട്ടേഷൻ കേസുകളും. അങ്ങനെ ആകെപ്പാടെ മൊത്തത്തിലൊരു തരികിട ഫാമിലി തന്നെയാണ് അനാമികയുടേതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു പേരും കള്ളം തന്നെയാണ് വേണു എന്നും പറയുകയാണ് കേട്ടോ നന്ദു. അനാമികയെക്കുറിച്ചും അങ്ങനെ നല്ല അഭിപ്രായമൊന്നും പോലീസുകാർക്കിടയിലുമില്ല. പഴയ ചില കേസുകളുണ്ടെന്നാ അവരും പറയുന്നത്. എന്തായാലും അനിയെ ചതിച്ച് തന്നെയാ അവൾ ആ വീട്ടിൽ കയറി കൂടിയെന്നുള്ളതിൽ ഒരു സംശയമില്ലെന്ന് പറയാൻ കേട്ടോ. നയന ചോദിക്കുന്നുണ്ട്, ആഹാ അത്രയൊക്കെ ഉണ്ടോ മോളെ? ഇതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നയന പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് അന്വേഷിക്കാനുണ്ട് ചേച്ചി.
നയന പറയുന്നുണ്ട്, "വേണ്ട മോളെ, ഇതിൻ്റെ ഒന്നും പുറകെ നീ നടക്കണ്ട. വെറുതെ അവരുടെ ശത്രുതയൊന്നും മോള് മേടിച്ച് വെക്കണ്ട" എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. നന്ദു പറയുന്നുണ്ട്, "അങ്ങനെ ശത്രുതയുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ജോലി എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ ചേച്ചി? അവർക്ക് എന്നോട് ശത്രുത ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് കേസ് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടേണ്ടേ?" എന്നൊക്കെ ഇങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ട്. അത് പറയുമ്പോഴേക്കും നയന ആദർശിനോട് പറയുന്നുണ്ട്, "ആദർശേട്ടാ, നന്ദു വിളിച്ചിട്ടുണ്ടായിരുന്നു. നന്ദു ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു എന്നും പറയുകയാണ് കേട്ടോ." "എന്താ നന്ദു പറഞ്ഞത്?" എന്നിങ്ങനെ ആദർശ് ചോദിക്കുമ്പോഴേക്കും അനാമികയുടെ അച്ഛൻ വേണുവും രേവതിയും അവിടെ പരാതി പറയാൻ ചെന്ന കാര്യങ്ങളും നന്ദുവിനെ കണ്ടപാടെ അവർ വരണ്ടു പോയിട്ട് പരാതിയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോയ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ആദർശ് ചിരിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും. നയന പറയുന്നുണ്ട്, "എനിക്കങ്ങ് പേടിയാവുക ആദർശേട്ടാ." നന്ദു പറയുന്നത് കേൾക്കുമ്പോഴേക്കും എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട് നയനയോട്, "നീ എന്തിനാ നയനെ പേടിക്കുന്നേ? അവളിപ്പോൾ ഒരു പോലീസ് ഓഫീസറല്ലേ." "അതല്ല ആദർശേട്ടാ, ഇനിയും പല കേസുകളും വേണുവിൻ്റെ പേരിലും അനാമികയുടെ പേരിലും ഒക്കെ സ്റ്റേഷനിൽ കിടപ്പുണ്ടെന്നാണ് നന്ദു പറഞ്ഞത്. അങ്ങനെ അതെല്ലാം അവൾ ചെകഞ്ഞെടുത്ത് പരിശോധിച്ചാൽ അതിലൊക്കെ അറസ്റ്റ് ഉണ്ടാകാനും ചാൻസ് ഇല്ലേ? അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകും, ശത്രുതയും കൂടും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ പ്രശ്നമാവൂലേ ആദർശേട്ടാ? തന്നെയല്ല കുടുംബത്തിലും അത് പ്രശ്നമാവൂലേ?" എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ ആദർശ് പറയുന്നുണ്ട്, "അതെനിക്കും സംശയമുള്ളത് തന്നെയാണ്. പല സ്ഥലത്തുനിന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളുമാണ്. അനാമികയുടെ വീട്ടുകാർ അത്ര പന്തിയൊന്നും അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അനിയുമായിട്ടുള്ള വിവാഹത്തിൻ്റെ അന്ന് തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. വേണു പണം കൊടുക്കാനുള്ള ഒരാൾ അവിടെ വന്ന് ബഹളം വെച്ച കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഞാൻ പണം തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിവാഹം അന്ന് നടന്നത്. ഇല്ലെങ്കിൽ അവിടെ വെച്ച് അത് മുടങ്ങിപ്പോയേനെ. അങ്ങനെ പല സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ് വേണു എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ വിവാഹത്തിന് ശേഷം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാലും ഇവിടെയുള്ളവരെ പറ്റിച്ച് തന്നെ അവരിവിടെ കയറി കൂടിയെന്നും പറയുകയാണ് കേട്ടോ. അനാമികയാണെങ്കിലും അനന്തപുരിയിലെ സ്വത്തും പണവും കണ്ടിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നും പറയുകയാണ് കേട്ടോ. അനി പറയുന്നതിലും ചില കാര്യങ്ങളുണ്ടെന്നാ തോന്നുന്ന നയനെ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. നയന പറയുന്നുണ്ട്, "ശരിയാ ആദർശേട്ടാ, അനി പറയുന്നത് നമുക്ക് മുഴുവൻ തള്ളിക്കളയാൻ പറ്റില്ല. അനാമിക സ്വത്തും പണവും കണ്ടിട്ട് തന്നെയാണ് വന്നത്. അല്ലാതെ അനിയോട് സ്നേഹമൊന്നുമില്ല. അവൾ അത്ര പന്തിയാണെന്ന് എനിക്കും തോന്നുന്നില്ല" എന്നൊക്കെ നയനയും പറയുന്നുണ്ട്. അപ്പം ആദർശ് പറയുകയാണ്, "ശരിയാ, അനിയുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. പിന്നെ അവനെ വഴക്ക് പറയാതിരിക്കാനും നന്ദുവിൻ്റെ പുറകെ ഇനി നടക്കരുതെന്ന് പറയാനും ഒന്നും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇവനെ ഇങ്ങനെ ഉപദേശിക്കുന്നത്. ചില സമയത്ത് അവൻ്റെ അവസ്ഥ ഓർത്തിട്ട് എനിക്ക് തന്നെ വിഷമമാകാറുണ്ട്" എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ നന്ദു തന്നെ മൂർത്തിസ് ജ്വല്ലറിയുമായിട്ടുള്ള കേസ് അന്വേഷിക്കാൻ തീരുമാനിക്കുകയാണ് കേട്ടോ. പഴയ ഫയലുകളിൽ നിന്നൊക്കെ ആ കേസ് കിട്ടുമ്പോഴേക്കും നേരിട്ട് ആദർശിനെ തന്നെ വിളിച്ച് ചോദിക്കുകയാണ് നന്ദു. അന്വേഷണം നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ ആ ഐക്ക് അതത്ര താല്പര്യമില്ലാത്ത പോലെ തോന്നി. ഒന്നും അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്നില്ലായിരുന്നു. നമ്മുടെ ജ്വല്ലറിക്ക് തന്നെ വളരെയധികം മോശപ്പേരുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. നമ്മുടെ ജ്വല്ലറി വഴി കള്ള സ്വർണം ടാക്സ് വെട്ടിച്ച് ആഭരണങ്ങളാക്കി വിൽക്കുക എന്നുള്ളത്. അത് ഈ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട ആരോ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പല സ്റ്റാഫുകളെ വിളിച്ച് ഞാനും മുത്തശ്ശനും ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ആരും അതങ്ങ് സമ്മതിച്ചും തന്നിട്ടില്ല. അതുകൊണ്ടാണ് കേസ് കൊടുത്തത്. ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കുമ്പോഴേക്കും ഇനിയും ആ ഒരു പ്രവൃത്തി ചെയ്യാൻ ആ വ്യക്തി മടിക്കുമല്ലോ എന്ന് കരുതിയിട്ട് തന്നെ ചെയ്തെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദ പറയാണ്, "ആ, എനിക്ക് മനസ്സിലായി ആദർശേട്ടാ, ഞാനിതിവിടെ കണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഈ കാര്യത്തിൽ നല്ലൊരു അന്വേഷണം ഉണ്ടാകും." അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, "ഇനിയിപ്പോൾ ഈ ഒരു കാര്യത്തിൽ നല്ലൊരു അന്വേഷണം തന്നെ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നന്ദു എന്തായാലും സത്യസന്ധമായിട്ട് തന്നെ ഈ ഒരു കേസ് അന്വേഷിക്കണം" എന്നൊക്കെ പറയുന്നുണ്ട്. നന്ദു ഉടനെ തന്നെ പറയുന്നുണ്ട്, "അത് പിന്നെ ആദർശേട്ടാ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അനന്തപുരിയും മൂർത്തീസ് ജ്വല്ലറിയും ഒക്കെ നമ്മളൊരു കുടുംബം തന്നെയല്ലേ? അടുത്ത ദിവസം തന്നെ ഞാൻ ജ്വല്ലറിയിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ഒന്ന് ചോദ്യം ചെയ്ത് നോക്കട്ടെ. അന്വേഷണം നല്ല രീതിക്ക് തന്നെ നടക്കും" എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആദർശം പറയുന്നുണ്ട്, "നന്ദുവിന് അവിടെ വന്ന് ആര് വേണമെങ്കിലും ചോദ്യം ചെയ്യാം. ആര് വേണമെങ്കിലും കസ്റ്റഡിയിലും എടുക്കാം. ഏത് രീതിക്കുള്ള അന്വേഷണത്തിനും ഞങ്ങൾ സഹകരിക്കുന്നതാണ്. പക്ഷേ തെറ്റ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അവരെ ഒന്ന് കണ്ടുപിടിച്ച് കിട്ടണമെന്നൊക്കെ പറയാൻ കേട്ടോ." നന്ദു അപ്പം അതൊക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വെക്കുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ അബിക്കാണെങ്കിൽ ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ ഒരു ബ്രാഞ്ചിലും കള്ളസ്വർണം കൊണ്ടുവരാൻ അബി നന്നായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. അതിന് പറ്റിയ ചില സ്റ്റാഫുകളെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യുകയും അവരെ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊക്കെ പഴയ ആൾക്കാരായതുകൊണ്ട് തന്നെ അവരാരും അബിയുടെ ആ ഒരു നിർബന്ധത്തിന് വഴങ്ങുന്നുണ്ടായിരുന്നില്ല. അവർ പറയുന്നുണ്ട്, "ഇങ്ങനെ ഒരു കാര്യത്തിന് ഞങ്ങൾ എന്തായാലും കൂട്ടു നിൽക്കില്ല അബി സാറേ. അബി സാർ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യത്തിന് കൂട്ടു നിൽക്കാൻ ഞങ്ങളോട് പറയേണ്ടതില്ല. ഈ ജ്വല്ലറിക്ക് പണ്ട് മുതലേ ഒരു പേരും പ്രശസ്തിയും ഉള്ളതാണ്. തന്നെയുമല്ല നേരത്തെ ഇതുപോലൊരു പ്രശ്നം ഉണ്ടായതല്ലേ. ഇനിയിപ്പോൾ സാർ ഇങ്ങനെ നിർബന്ധിച്ചാൽ ഞങ്ങളത് ചെയ്യില്ല" എന്നും പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും തന്നെ അബി അവരെ ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ. "നിങ്ങൾക്കൊക്കെ ഇത്രയും ധൈര്യമായല്ലേ? ഞാൻ ഇവിടുത്തെ മാനേജറാണെന്നുള്ള ഓർമ്മ വേണം നിങ്ങൾക്ക്" എന്നിങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, "സാർ ഇനിയും ഞങ്ങളോട് ഈ കാര്യം ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ നേരെ മൂർത്തി സാറിനെ വിളിച്ച് കാര്യം പറയുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അബി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ കണക്കിലൊക്കെ ആണെങ്കിലും ഭയങ്കര തിരിമറിയൊക്കെ നടത്തുന്നുണ്ട് അബി.
കുറേ കണക്കുകളിലൊക്കെ തെറ്റുകളൊക്കെ വരുത്തിയിട്ട് ആ പൈസ എല്ലാം വെട്ടിച്ചെടുക്കുകയാണ് നമ്മുടെ അബി. അതൊക്കെ ആ മാനേജർ കണ്ടുപിടിക്കുകയും ആദർശിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ആദർശിനോട് പറയുന്നുണ്ട്, "അബി സാർ ഇങ്ങനെ ഒരു കുത്തഴിഞ്ഞ രീതിയിലുള്ള ഭരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം സ്റ്റാഫുകൾക്കൊന്നും താല്പര്യമില്ല. കാരണം ആവശ്യമില്ലാതെ സ്റ്റാഫുകളെ എല്ലാം വഴക്ക് പറയുകയാണ്. എല്ലാവരോടും മോശമായ രീതിയിൽ സംസാരിക്കുകയും ഒരു ലീവ് പോലും കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്റ്റാഫിൻ്റെ ഇടയിൽ നിന്ന് നല്ല വിമർശനം ഉണ്ടാകുന്നുണ്ടെന്ന് പറയുകയാണ് കേട്ടോ." അതുപോലെ തന്നെ അഭിസാറ് കള്ളസ്വർണം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഓർണമെന്റ്സ് ആക്കി ഈ ബ്രാഞ്ചിൽ കൂടെ വിൽക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. നമ്മുടെ കുറച്ച് സ്റ്റാഫുകളൊക്കെ വിളിച്ച് അവരോടൊക്കെ ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവരാരും സമ്മതിച്ചില്ല. അതുപോലെ ഇനിയും അവരെ നിർബന്ധിച്ചാൽ അവർ നേരിട്ട് മൂർത്തി സാറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഒരു പൊടിക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. അഭിസാറ് നല്ല രീതിക്കൊന്നും അല്ല ഈ ബ്രാഞ്ച് കൊണ്ടുപോകുന്നത്. പണം ഒരുപാട് അടിച്ചു മാറ്റുന്നുണ്ട് ഇവിടുന്ന് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാനേജർ ആദർശിനെ അറിയിക്കുകയാണ് കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, അവൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. എനിക്കും മുത്തശ്ശനും നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് തന്നെ ഈ ബ്രാഞ്ചിലോട്ട് ഷിഫ്റ്റ് ചെയ്തതെന്ന് പറയുകയാണ് കേട്ടോ. അബി അവിടെ എന്തൊക്കെ കാണിച്ചാലും അതൊക്കെ താൻ എന്നെ വിളിച്ച് അപ്പം തന്നെ അറിയിക്കണമെന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജ്വല്ലറിക്ക് തന്നെയാണ് അത് മോശപ്പേരായിട്ട് വരിക. പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ ജ്വല്ലറിയിൽ ഒരു ബ്രാഞ്ച് പോലും നിന്ന് പോവരുത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണമെന്നൊക്കെ ആദർശ് അയാളോട് പറയുന്നുണ്ട്. അതിനുശേഷം ആദർശ് മുത്തശ്ശനോടും ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അബിയുടെ കുത്തഴിഞ്ഞ രീതിയിലുള്ള ഈ ഭരണം ആ ബ്രാഞ്ച് നടത്തുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശനും പറയുന്നുണ്ട്, നവ്യ അന്ന് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അവനെ ആ ബ്രാഞ്ച് ഏൽപ്പിച്ചത്. പിന്നെ വേറെ ചില ഉദ്ദേശങ്ങളും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ നമ്മൾ വേറൊരു മാനേജറെ അവിടെ നിയമിച്ചത്. അങ്ങനെ അബിയോട് മുത്തശ്ശൻ ചോദിക്കുകയാണ്, നിനക്കൊരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചല്ലോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അബി പറയുകയാണ്, അതൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്താ മുത്തശ്ശൻ എന്നെ വിശ്വാസമില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. മുത്തശ്ശൻ പറയുന്നുണ്ട്, അതല്ല, ആ മാനേജർ എന്നെ ഇന്ന് വിളിച്ചിരുന്നു. ചില കാര്യങ്ങളൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചു. അത് നിന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചോദിച്ചതെന്ന് പറയുകയാണ്. നമ്മുടെ ജ്വല്ലറിക്ക് ഒരു പാരമ്പര്യമുണ്ട്. അത് കളഞ്ഞു കുടിക്കാൻ നീ ശ്രമിക്കരുത്. നമുക്ക് ആവശ്യത്തിലധികം പണവും സമ്പത്തും ഉണ്ട്. പിന്നെയും തെറ്റായ രീതിക്ക് പണം ഉണ്ടാക്കാനുള്ള ശ്രമമൊന്നും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ അബിക്ക് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അബി പറയുന്നുണ്ട്, ഓഹോ, എല്ലാ ന്യൂസുകളും അപ്പപ്പോൾ തന്നെ വിളിച്ച് പറയാനായിട്ടാണല്ലേ അങ്ങനെയുള്ള മാനേജറെ അവിടെ നിയമിച്ചത്. എങ്ങനെയെങ്കിലും എന്നെ കൊടുക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമല്ലേ ആദർശിനുള്ളൂ. അതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നവ്യ അടുത്തുണ്ട് കേട്ടോ. നവ്യ പറയുന്നുണ്ട്, ശരിയാ, ആദർശേട്ടൻ ഇപ്പം പുതിയ മാനേജറെ വെച്ചത് എന്തിനാ? അബി ഇല്ലായിരുന്നോ അവിടെ? അവൻ നോക്കുകയല്ലേ കാര്യങ്ങളൊക്കെ. അവനെ സംശയത്തോടെ നോക്കുന്നോണ്ടല്ലേ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യമില്ലാത്ത കുറ്റങ്ങളൊക്കെ അവൻ്റെ തലയിൽ ചുമത്തി ആ ചുമതല കൂടെ ഇല്ലാതാക്കണം. അതിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ചേച്ചി ഈ കാര്യത്തിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല. ഒരു തെളിവുമില്ലാതെ മുത്തശ്ശനും ആദർശേട്ടനൊന്നും അബിയെ കുറ്റം പറയാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അബിയെ ഒന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. ആദർശം മുത്തശ്ശനും കൂടെ സംസാരിക്കുന്നുണ്ട്. ഇവനായിരിക്കും ചിലപ്പം ജ്വല്ലറിയിൽ നേരത്തെയും ഇതുപോലുള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. ഏതായാലും നന്ദു അന്വേഷിക്കുമ്പോൾ നമുക്ക് വിവരങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ നന്ദു അന്വേഷിക്കും, സ്റ്റാഫിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പഴയ സ്വർണ്ണപ്പണിക്കാരനെ നന്ദു ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. താൻ ആ സ്വർണ്ണപ്പണിക്കാരനല്ലേ, താനാണോ അബിക്ക് വേണ്ട ഒത്താശയൊക്കെ ചെയ്തു കൊടുത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അയാളെ ഒന്ന് കുടയുന്നുണ്ട്. അപ്പോൾ അയാൾ അങ്ങോട്ട് സമ്മതിക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, പക്ഷെ അത് അബിസാർ പറഞ്ഞിട്ടാണ് ചെയ്തത്, വേറൊന്നും കൊണ്ടല്ല. മൂർത്തീസ് ജ്വല്ലറിയിലെ ഒരു ട്രസ്റ്റിൻ്റെ ആൾ തന്നെയല്ലേ അബിസാറും. തന്നെയുമല്ല, അനന്തപുരിയിലെ മൂർത്തി സാറിൻ്റെ കൊച്ചുമോൻ തന്നെയല്ലേ അബിസാറും. അതുകൊണ്ടാണ് ഞാൻ അതിനെ സമ്മതിച്ചതെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അയാൾ മുത്തശ്ശൻ്റെ മുമ്പിലും ഈ കാര്യങ്ങളൊക്കെ സമ്മതിക്കുന്നുണ്ട്. ആബിയാണ് ഈ കള്ളത്തരങ്ങളൊക്കെ ചെയ്തെന്നുള്ള കാര്യങ്ങളുള്ള തെളിവും കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ആബിയെ മുത്തശ്ശൻ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആബി വന്നു കഴിയുമ്പോഴേക്കും നന്ദു ചോദിക്കുന്നുണ്ട്, അബിയേട്ടനല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. എന്നെ കൊടുക്കാനായിട്ട് വീണ്ടും അവൻ ഓരോ കരിക്കുകളും നീക്കുകയാണല്ലേ ആദർശം നയനയും കൂടെ നന്ദുവിനെ വെച്ചാണല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പം നീ എസ് ഐ ആയതുകൊണ്ട് എല്ലാം നിന്റെ പരിധിയിലായിരിക്കുമല്ലോ അല്ലേ വരുന്നത്. നീ പറയുന്നത് തന്നെ എല്ലാവരും കേൾക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, നന്ദു സത്യസന്ധമായിട്ടുള്ളൊരു അന്വേഷണമാണ് നടത്തിയത്. ഇവിടെ തെറ്റ് ചെയ്ത ആരായാലും ശിക്ഷിക്കപ്പെടും. ഇവിടെ നീയാണ് തെറ്റുകാരനെങ്കിൽ നീ ശിക്ഷിക്കപ്പെടും. നിയമപരമായിട്ട് എന്താണോ അതിനുള്ള ശിക്ഷ അത് തന്നെ നീ അനുഭവിക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ നീയാണ് തെറ്റ് ചെയ്തതെന്നുള്ളതിന് എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു ആബി. ഇനി നിനക്ക് രക്ഷയില്ല. അതുകൊണ്ട് നീ തെറ്റ് സമ്മതിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ മുത്തശ്ശൻ. അങ്ങനെ നമ്മുടെ നന്ദു തെളിവുകളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അബിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നന്ദു പോവുകയാണ് കേട്ടോ. അബിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ നവ്യയും ജലജയും കൂടെ അനന്തപുരിയിൽ വഴക്കുണ്ടാക്കിയാണ് കേട്ടോ. ജലജ പറയുന്നുണ്ട്, എൻ്റെ മോനെ കുടുക്കി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് കണ്ടില്ലേ, ഇപ്പോൾ ആദർശും നയനയ്ക്കും സമാധാനമായില്ലേ.
എൻ്റെ മോൻ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുത്തത് തന്നെ ആദർശനും നയനയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടല്ലേ അവർ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യയും പറയുന്നുണ്ട്, അത് ശരി തന്നെയാണ്. അഭിയെ മനഃപൂർവ്വം ചതിക്കുകയായിരുന്നു. ആദർശേട്ടൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് അത് മൂടി വെക്കാൻ വേണ്ടിയിട്ട് അഭിയെ കുടുക്കിയിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. ഇത് ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞ നവ്യ മുത്തശ്ശനെ നേരെ ബഹളം വെക്കുകയാണ് കേട്ടോ. ആദർശനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, ചേച്ചി ഇത്രയൊന്നും ബഹളം വെക്കേണ്ട കാര്യമില്ല. ചേച്ചി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റി പറയേണ്ടി വരും. അതൊക്കെ ഓർമ്മ വേണമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഉടനെ നവ്യ പറയുന്നുണ്ട്, ഓഹോ അപ്പം നീയും കൂടെ കൂടിയിട്ടാണല്ലേ ഈ ഇതൊക്കെ ചെയ്തത്. എന്തെല്ലാം മാറ്റി പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. ഇപ്പം നിങ്ങൾ ആബിയെ കുടുക്കി തന്നെയല്ലേ. അല്ലാതെ അവൻ ചെയ്ത തെറ്റിനൊന്നും അല്ലല്ലോ അവനെ ശിക്ഷിക്കുന്നത്. അവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ലേ അവൻ പറഞ്ഞതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നയന എന്ത് പറഞ്ഞിട്ടും നവ്യ അംഗീകരിക്കാതെ വരികയാണ് കേട്ടോ. അപ്പോഴേക്കും നയനയാണെങ്കിൽ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടുമായിട്ട് നവ്യയുടെ മുമ്പിലോട്ട് വരികയാണ്. ആ ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ട് നവ്യയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. അത് തുറന്ന് നോക്കുമ്പോഴേക്കും നവ്യയും ജലജയും കൂടെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അബിയാണ് ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം അവരെ അറിയുകയാണ്. അതുപോലെ അബിയുടെ ചരിത്രം മുഴുവൻ അവിടെ വിളമ്പുകയാണ് കേട്ടോ. നവ്യ ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം അറിഞ്ഞിട്ട് നിങ്ങളാരും എന്നോടൊന്ന് പറയാതിരുന്നത് എന്താ? നിങ്ങളെല്ലാവരും കൂടെ എന്നെ പൊട്ടിയാക്കുകയായിരുന്നു. ഇത്രയും നാളും അവൻ എന്നെ സ്നേഹിക്കുകയാണെന്നാണല്ലോ ഞാൻ വിചാരിച്ചിരുന്നത്. ഈ ഒരു തെളിവ് നിന്റെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ പോലും നീ എന്തുകൊണ്ട് എന്നോട് ഇത് പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. നയന പറയുന്നുണ്ട്, അത് മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഒരു കുഞ്ഞുമായിട്ട് ചേച്ചി ഈ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടായാൽ ചേച്ചി കുഞ്ഞിനെ എടുത്തുകൊണ്ട് തിരിച്ചു പോവില്ലേ? ചേച്ചി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് തൽക്കാലം ഈ കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കാൻ മുത്തശ്ശൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാനും ആദർശേട്ടനും ഇങ്ങനൊരു നാടകം കളിച്ചത്. അതുകൊണ്ട് ചേച്ചിക്ക് നഷ്ടമൊന്നുമില്ല. ചന്തമോള് എന്നും ഞങ്ങളുടെ മോള് തന്നെയായിരിക്കും എന്നും പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന നവ്യ അങ്ങ് ആകെ തകർന്നു പോവുകയാണ് കേട്ടോ. അബി എന്നെ അബി എന്നെ ചതിച്ചല്ലോ എന്നോർത്തിട്ട് ആകെ പാടെ തകർന്ന് നവ്യ ഇങ്ങനെ കരഞ്ഞോണ്ട് റൂമിൽ പോയി ഇരിക്കുകയാണ്. അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് ഉറപ്പിക്കാനായിട്ട് നവ്യ ആണെങ്കിൽ അബിയുടെ കബോർഡിലൊക്കെ ഒന്ന് പോയി നോക്കിയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് അനഘയുടെ ഫോൺ നമ്മുടെ നവ്യയ്ക്ക് കിട്ടുകയാണ്. അങ്ങനെ അനഘയുമായുള്ള ബന്ധത്തിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മുടെ നവ്യയ്ക്ക് കിട്ടുകയാണ്. അതും കൂടെ കാണുമ്പോഴേക്കും നവ്യ ആകെ തകർന്ന് അങ്ങ് തരിപ്പണമായി പോവുകയാണ്. തെളിവുകളെല്ലാം എടുത്തോണ്ട് വന്നിട്ട് എല്ലാവരെയും കാണിക്കുകയാണ് കേട്ടോ. അപ്പോഴും ജലജ ഇതൊന്നും അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ജലജനെയാണ് നമ്മുടെ നവ്യ കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മുത്തച്ഛനോടും പറയുന്നുണ്ട്, മുത്തച്ഛ ഇത് കണ്ടോ, അനഘയെ ചതിച്ചത് അഭിയാണെന്നുള്ളത് ഇപ്പം എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി. അനഘയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും കാരണം അവൻ തന്നെയാണ്. അനഘ ഇപ്പം ഇങ്ങനെ കോമാ സ്റ്റേജിൽ കിടക്കുന്നതിന് കാരണം ആ ദുഷ്ടൻ തന്നെയാണ്. അവനെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ നവ്യ. എന്നിട്ട് ഇനി ഈ വീട്ടിൽ ഞാൻ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ് നമ്മുടെ നവ്യ. എന്നിട്ട് നന്ദാവനത്തിലോട്ട് പോവുകയാണ്. കനകയുടെ അടുത്തോട്ട് ചെല്ലുമ്പോഴേക്കും കനക ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്ന്. അപ്പോൾ എന്നിട്ട് നവ്യ കരഞ്ഞോണ്ട് തന്നെ കനകയോട് എല്ലാ സത്യങ്ങളും പറയുകയാണ്. അഭി എന്നെ ചതിക്കുകയായിരുന്നു അമ്മേ. ഞാൻ അവനെ വിശ്വസിച്ചത് വെറുതെ ആയിപ്പോയി. അവൻ വലിയൊരു ചതിയനാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവൻ രണ്ടാമതും സ്നേഹം നടിച്ച് എൻ്റെ അടുത്തോട്ട് വന്നപ്പോഴേക്കും അവൻ്റെ സ്വഭാവത്തിൽ തന്നെ നല്ല മാറ്റമുണ്ട്. അവൻ ഇനി പഴയതുപോലെ ആവില്ല. എന്നെയും കുഞ്ഞിനെ നല്ലപോലെ സ്നേഹിക്കും എന്നൊക്കെ ഞാൻ വിശ്വസിച്ചതാ. പക്ഷേ അപ്പോഴും അവൻ എന്നെ ചതിക്കുകയായിരുന്നു, എന്നെ വഞ്ചിക്കുകയായിരുന്നു അമ്മേ. അവൻ്റെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല. അവന് ഇപ്പോഴും ആ വൃത്തികെട്ട സ്വഭാവം ഉള്ളിലുണ്ട്. ഞാൻ ഇനി ആരെയും വിശ്വസിക്കുന്നില്ല. ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ തന്നെ ആദർശേട്ടനെയും നയനെയും ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ ഫലമായിരിക്കും ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നവ്യയെ കനകയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് കേട്ടോ. കനകയാണെങ്കിലും കനകയാണെങ്കിലും നവ്യനെ ആശ്വസിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും